എന്താണ് കിബർ? ഞാൻ നന്നായി. എന്താണ് റമദാൻ്റെ ലാഭം? ഞാൻ നന്നായില്ല എന്ന ബോധം. നന്നായവൻ ഒരിക്കലും നന്നാവില്ല, മോശപ്പെട്ടവൻ ഒരിക്കലും നാശാവില്ല. തിരിഞ്ഞില്ല. നന്നായവൻ ഒരിക്കലും നന്നാവില്ല. അതായത് നന്നായില്ല എന്ന ബോധമുള്ളവനാണ് നന്നായവൻ. അവൻ ഒരിക്കലും നന്നായി എന്ന ബോധത്തിൽ ആവൂല. മോശപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ മോശപ്പെട്ടവൻ. അവൻ ഒരു കാലത്തും മോശപ്പെട്ടവനും ആവില്ല. അവൻ്റെ മനസ്സിൽ അവൻ നല്ലവനായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നല്ലവൻ ഒരു കാലത്തും നന്നാവില്ല, മോശപ്പെട്ടവൻ ഒരു കാലത്തും മോശപ്പെട്ടവനും ആവില്ല. നല്ലവൻ്റെ മനസ്സിൽ എന്നും ഞാൻ നല്ലവനായിരിക്കും. മോശപ്പെട്ടവൻ്റെ മനസ്സിൽ ഒരു കാലത്തും ഞാൻ നല്ലവൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും ഞാൻ നല്ലവനല്ല എന്നായിരിക്കും. നല്ലവൻ്റെ മനസ്സിൽ ഏത് കാലത്തും ഞാൻ നല്ലവനല്ല. നന്നാവലിന് പരിധിയില്ല. മോശപ്പെട്ടവൻ്റെ മനസ്സിൽ ഞാൻ മോശപ്പെട്ടവനാണെന്ന് വരികയില്ല. فإنك غافر ذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي ذنب العظيم. എന്നൊരു പക്ഷേ നോമ്പിലെ അവസാനത്തെ വെള്ളിയാഴ്ച ആയേക്കാം, ഒരു പക്ഷേ. കാരണം വ്യാഴം 29, വ്യാഴത്തോട് വ്യാഴം 29, വെള്ളി 30 യാവുന്ന്. ഒന്നിരിക്കൽ അടുത്ത വെള്ളിയാഴ്ച 30 അല്ലെങ്കിൽ 1. അപ്പോൾ ഒരുപക്ഷെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ക്ലാസ് ഇന്നായിരിക്കും. കയറിയിരിക്കും. നിർമ്മലമായ മനസ്സോടുകൂടി ഇരിക്കണം. എനിക്ക് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിരിക്കണം. ക്ലാസ് എടുക്കണവൻ രക്ഷപ്പെടാത്ത ഒരാളാണ്. രക്ഷപ്പെടാൻ വേണ്ടിയായി ക്ലാസ് എടുക്കണം. ഓരോരുത്തർക്കും ഓരോ പണിയാണ്. അപ്പോൾ ക്ലാസ് എടുക്കുന്നവൻ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെട്ടിട്ട് ക്ലാസ് എടുക്കല്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട ഞാൻ രക്ഷപ്പെട്ടിട്ട് ക്ലാസ് എടുക്കാം. ഞാൻ രണ്ടും നടക്കും. എൻ്റെ നിങ്ങളെയും കൂടെ രക്ഷപ്പെടൽ ഇവിടെ നടക്കും. നമ്മൾ നെയ്യത്ത് നന്നാക്കിയാൽ രക്ഷപ്പെടും. നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പം നിർമ്മലമായ മനസ്സോടുകൂടി ഇരിക്കണം. ഇതുവരെ നടന്ന വെള്ളിയാഴ്ച ക്ലാസ്സൊക്കെ ഇടക്ക് സോഷ്യൽ മീഡിയ കിട്ടും, നോക്കണം. ഈ റമദാനിൽ നടത്തിയ ക്ലാസ്സുകളുണ്ട്, എല്ലാം ശ്രദ്ധിക്കണം. അതിലെല്ലാം ചില മൻഫഅത്തുകളുണ്ട്. അതൊന്നും എൻ്റെ വക ഞാൻ ചെയ്ത കാര്യങ്ങളും അല്ല. എനിക്ക് നിങ്ങളോട് പറയാവുന്നതിൻ്റെ പരമാവധിയാണത്. ഒന്നും എൻ്റെ വകയല്ല, ഒന്നും എൻ്റെ കിബറല്ല, ഒന്നും എൻ്റെ അഭിപ്രായവുമല്ല. അപ്പം ഇത് വലിയ നേട്ടങ്ങൾ ഈ ക്ലാസ് കൊണ്ട് നമുക്കൊക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. നന്നാവുക എന്ന് പറഞ്ഞാൽ ആദ്യമായി നമ്മൾ നന്നായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നന്നാവുക. നന്നാകൽ എപ്പോഴാണ്? നന്നാകൽ നന്നായിട്ടില്ല എന്ന ബോധത്തിൽ നിന്നാണ്. നന്നായിട്ടില്ല. ഡോക്ടറെ ഇങ്ങോട്ടിരിക്കാം. അങ്ങോട്ടിട്ടു. നമ്മൾ നന്നായിട്ടില്ല എന്ന ബോധമാണ്. നമ്മൾ നന്നായി എന്ന ബോധം ഇവിടെ ഇങ്ങോട്ടിരിക്കാം. നമ്മൾ നന്നായി എന്ന ബോധം നമ്മളെ നാശാക്കും. അത് ബോധമല്ല, അതൊരു ഇബ്ലീസിൻ്റെ ഒരു ചട്ടിയാണ്. നമ്മളൊക്കെ നന്നായവരാണ്. ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും വളരെ ചിന്തിക്കണം. ഇതൊരു നന്നായ മനുഷ്യൻ എടുക്കുന്ന ക്ലാസ് അല്ല. ഇതിനിടയിൽ പല അപശബ്ദങ്ങളും ഇങ്ങനെ ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഒരു പാഴൂർക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ നന്നായിട്ട് പോരെ മറ്റുള്ളവരെ നന്നാക്കൽ എന്നൊരു സംഘടനാവാദിയായ ആൾ. അവന് തോന്നി ഞാൻ പറയുന്ന ചിലതൊക്കെ അവൻ്റെ സംഘടനയ്ക്കെതിരാണ്. ഞാൻ പറയുന്നത് മനുഷ്യ നന്മക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ സംഘടനയ്ക്കെതിരാവും, ചിലപ്പോൾ വ്യക്തിക്കെതിരാവും, ചിലപ്പോൾ മൂല്യർക്കെതിരാവും, ചിലപ്പോൾ തങ്ങൾക്കെതിരാവും. അതൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ എൻ്റെ ലക്ഷ്യം വളരെ സോഫാണ്, വളരെ കൃത്യമാണ്.
നമ്മളൊക്കെ നന്നാവണം. നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ എത്തുമ്പോൾ അള്ളാഹു പറയണം, അങ്ങനെ നീ പറഞ്ഞ് നീ അധ്വാനിച്ചത് കൊണ്ട് നമ്മളോട് റബ്ബ് പറയുന്ന ഒരു സന്തോഷം. ഈ പറയുന്നതൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളാണെന്നും എനിക്കറിയാം. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, അപ്പോൾ ഒരാൾ എനിക്ക് ഈ പാഴൂരിൽ നിന്ന് ഒരുത്തൻ, ഒരു സംഘടനാവാദി, എനിക്ക് ചില്ലറ ആഴ്ചകൾക്ക് മുമ്പ് ഇതേ സംഘടന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചു, നിങ്ങൾ നന്നായിട്ട് പോരെ, വേറൊരാൾ നന്നാക്കൽ അത് നടക്കൂല. ഞാൻ നന്നായിട്ട് ഇനി ഒരാളെ നന്നാക്കൽ എനിക്ക് നടക്കൂല. ഞാൻ എന്നാണ് നന്നാവണതെന്നും എനിക്കറിയില്ല. എനിക്ക് അവസാനത്തെ ശ്വാസത്തിലെങ്കിലും നന്നാകണം. അള്ളാഹു നന്നാക്കി തരട്ടെ. അത്ര മതി, അത്രയും മതി. അങ്ങനെ ആയാലും മതി. ഇപ്പോൾ നന്നായിക്കൂടെ? നന്നാവുന്ന ലക്ഷണമൊന്നും ഇല്ല. നന്നാകുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അത് നമ്മൾ വിചാരിച്ചൊന്നുമല്ല നന്നാകൽ. നമ്മളിപ്പോൾ വിചാരിക്കാണല്ലോ നന്നായി എന്നത് നടന്നിട്ടില്ല. പിന്നെ നന്നാകണം. അപ്പം നമ്മൾ ഇത് ചിന്തിക്കണം. മനസ്സുകൊണ്ട് ഈ ക്ലാസ് കേൾക്കണം. ഓരോ ക്ലാസ്സും ഇത് മനസ്സുകൊണ്ട് കേൾക്കണം. എന്താണ് ഈ പറയുന്നത്? അത് അന്നോനെതിരാണ് മറ്റോനെതിരാണ് എന്ന് ആലോചിക്കരുത്. നമ്മൾക്ക് നന്നാവണം. അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടണം. അപ്പം അത് വളരെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കണം. റമദാനിൽ നടന്ന ക്ലാസ്സുകളൊക്കെ 100 വട്ടം നിങ്ങൾ എടുത്തു നോക്കണം. അതെനിക്കും നിങ്ങൾക്കും ഉപകാരമാണ്. ഇന്ന് ഒരു പക്ഷേ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയും ആയേക്കാം. അപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൽബിന്, നമ്മുടെ മനസ്സിൻ്റെ വേദന, നമ്മൾ നന്നായില്ല. ഏറ്റവും വലിയ നന്നാവായ്മ എന്താണ്? അഹങ്കാരം. 2 നന്നാവായ്മയേ ഉള്ളൂ. ഒന്ന് കിബറും, ഒന്ന് ഹസദും. അതാണ് മൂലധനം. ആരുടെ? ഇബ്ലീസിൻ്റെ മൂലധനം 2 കാര്യമാണ്. ഒന്ന് കിബറാണ്, ഒന്ന് ഹസദാണ്. അതിന്മേൽ ഉണ്ടാവുക കുഫറാണ്. കിബറുണ്ടായാൽ കുഫറുണ്ടാവും. കാഫിൻ്റെയും റാഇൻ്റെയും ഇടയിൽ 2 അക്ഷരം കിടന്ന് കറങ്ങുക. 2ഉം പരസ്പരം സാമ്യമുള്ള അക്ഷരമാണ്. ഒന്ന് ബാ, ഒന്ന് കാഫ്. 2ഉം സാമ്യതയുള്ള അടുത്ത അക്ഷരങ്ങളാണ്. ഒന്ന് ബാവും ഒന്ന് കാഫ്. 2നെയും ഇട്ട് കാഫിൻ്റെയും റാഇൻ്റെയും ഇടയിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അതിങ്ങനെ മറിയും. കാഫ് കഴിഞ്ഞാൽ ബാ, പിന്നെ റാ. അതുണ്ടായാൽ കാഫ് കഴിഞ്ഞാൽ ഫാ വരും, പിന്നെ റാ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അങ്ങനെയൊക്കെയുള്ള ചില വിക്രസുകൾ അറബി ഭാഷയിലുണ്ട്. ഇൽമ്, അമല്. ഇൽമ്, അമല്. ഐന് ലാമ് മീമ്. ഐന് ലാമ് മീമ്. ഐന് മീമ് ലാമ്. ഐന് ലാമ് മീമ്. ലാമും മീമും തെർത്തീബ. ആദ്യത്തെ അക്ഷരം ലാമും പിന്നത്തെ അക്ഷരം മീമും. ഐന് ലാമ് മീമ്. ഇനി അത് തെർത്തീബ് മാറ്റിയാൽ അമലായി. സാധനം തന്നെ. ഐനും ലാമും മീമുമാണ് തെർത്തീബ്. ലാമ് കഴിഞ്ഞാൽ മീമ്, അതാണ് തെർത്തീബ്. അതിന് തെർത്തീബ് മാറ്റും. എങ്ങനെ? മീമും ലാമുമാക്കിയാൽ അമലായി. അപ്പം അമലിന് മുമ്പ് നേടേണ്ടതാണ് എന്ത്? ഇൽമ്. ഇൽമില്ലാതെ അമലുണ്ടാവില്ല. എന്നതുപോലെയാണ് കാഫിൻ്റെയും റാഇൻ്റെയും ഇടയിൽ 2 അക്ഷരം മാറും. ബാ പ്രഥമമായ അക്ഷര, അലിഫിനോട് ചേർന്ന് നിൽക്കുന്ന അക്ഷര. ഫാ വളരെ ബേക്കിലാണ്. പക്ഷേ കാഫിൻ്റെ ശേഷം റാഇൻ്റെ മുമ്പ് ബാ വന്നാൽ കിബറായി. അപ്പോൾ പിന്നെ കാഫിൻ്റെ ശേഷം റാഇൻ്റെ മുമ്പ് ഫാ വരും. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവൻ വിരോധിച്ചു, അവൻ അഹങ്കരിച്ചു, അങ്ങനെ അവൻ കഫറായി. കൃത്യമായ ആയത്താണ് പറഞ്ഞ്. അബാ വസ്തക്ബറ, അവൻ അഹങ്കാരം വന്നു. അപ്പോൾ വകാന മിനൽ കാഫിർ, അവൻ കഫറായി. അപ്പോൾ കിബറുണ്ടെങ്കിൽ എന്തുണ്ടാവും? കുഫർ വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് നിർമ്മലമാകണമെങ്കിൽ കിബറിനെ പൊട്ടിച്ചു കളയണം. എന്താണ് കിബർ? ഞാൻ നന്നായി. എന്താണ് റമദാന്റെ ലാഭം? ഞാൻ നന്നായില്ല എന്ന ബോധം. നന്നായവൻ ഒരിക്കലും നന്നാവില്ല. മോശപ്പെട്ടവൻ ഒരിക്കലും നാശാവൂല. തിരിഞ്ഞില്ല. നന്നായവൻ ഒരിക്കലും നന്നാവില്ല. അതായത് നന്നായില്ല എന്ന ബോധമുള്ളവനാണ് നന്നായവൻ. അവൻ ഒരിക്കലും നന്നായി എന്ന ബോധത്തിൽ ആവൂല. മോശപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ മോശപ്പെട്ടവൻ. അവൻ ഒരു കാലത്തും മോശപ്പെട്ടവനും ആവില്ല. അവൻ്റെ മനസ്സിൽ അവൻ നല്ലവനായിരിക്കും.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നല്ലവൻ ഒരു കാലത്തും നന്നാവില്ല, മോശപ്പെട്ടവൻ ഒരു കാലത്തും മോശപ്പെട്ടവനും ആവില്ല. നല്ലവൻ്റെ മനസ്സിൽ എന്നും ഞാൻ നല്ലവനായിരിക്കും, മോശപ്പെട്ടവൻ്റെ മനസ്സിൽ ഒരു കാലത്തും ഞാൻ നല്ലവൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും ഞാൻ നല്ലവനല്ല എന്നായിരിക്കും. നല്ലവൻ്റെ മനസ്സിൽ ഏത് കാലത്തും ഞാൻ നല്ലവനല്ല, നന്നാവലിന് പരിധിയില്ല. മോശപ്പെട്ടവൻ്റെ മനസ്സിൽ ഞാൻ മോശപ്പെട്ടവനാണെന്ന് വരികയില്ല. അപ്പൊ എന്താ റമദാന്റെ ലാഭം? റമദാന്റെ ലാഭം നാം നമ്മെ കണ്ടെത്തുക, നാം നല്ലവനല്ല എന്ന് നമ്മൾ കണ്ടെത്തുക. ഹിദായത്ത് നല്ലവർക്കുള്ളവരില്ല, മോശപ്പെട്ടവർക്കുള്ളതാണ്. എന്താ പറഞ്ഞേ? ഹിദായത്ത് നല്ലവർക്കുള്ളതല്ല, നല്ലവർക്കുള്ളത് നരകാണ്, മോശപ്പെട്ടവർക്കുള്ളത് സ്വർഗാണ്. ഹിദായത്ത് നല്ലവർക്കുള്ളതല്ല, ഹിദായത്ത് മോശപ്പെട്ടവർക്കുള്ളതാണ്. ആയത്തോതിത്തരാം, പേടിക്കണ്ട. ആയത്തോതിത്തരാം, പേടിക്കണ്ട. ഞാൻ ഹിക്കമില്ലെന്ന് വായിക്കാം, നിങ്ങൾ ബേജാറാണ്ട. ആയത്തന്നെ ഓതിത്തരാം, ഞാൻ ഹിക്കമില്ലെന്ന് വായിക്കാം. മുത്തുനബി ഒരിക്കൽ പറഞ്ഞു, അൻആമിൽ നിന്ന് 82-ാമത്തെ ആയത്തിന് തൊട്ട് മുമ്പ് മുത്തുനബി ഒരിക്കൽ പറഞ്ഞു, മൻ ഉഅ്തിയ, ഒരാൾക്ക് നൽകപ്പെട്ടു, ഫശക്കറ, അപ്പോൾ അവൻ നന്ദി ചെയ്തു. വബുത്തുലിയ, അവനെ പരീക്ഷിക്കപ്പെട്ടു, ഫസബറ, അപ്പോൾ അവൻ ക്ഷമിച്ചു. വളുലിമ, അവനെ ആക്രമിക്കപ്പെട്ടു, ഫഗഫറ, അപ്പോൾ അവൻ മാപ്പ് കൊടുത്തു. വഅദ്നബ, അവൻ തെറ്റ് ചെയ്തു, വസ്തഗ്ഫറ, അവൻ പൊറുക്കലിനെ തേടി. ഇതിന്റെ ലാസ്റ്റ് പോയിന്റ്, അവൻ തെറ്റ് ചെയ്തു, അപ്പോൾ അവൻ എത്ര തെറ്റ് ചെയ്തു, എത്ര തെറ്റും ചെയ്തു. ഒരു ദിവസം എത്ര തെറ്റ് ചെയ്തു? 70. അപ്പോഴൊക്കെ പൊറുക്കലിനെ തേടി. എന്നിട്ട് റസൂൽ അവിടെ ഇരുന്നു. ഫസക്കത്ത, അല്പനേരം നബി മിണ്ടാതിരുന്നു. ഇത് ഇമാം ബൈഹഖി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഹിക്കമിന്റെ വ്യാഖ്യാനത്തിൽ നിന്നാണ് ഈ ഹദീസ് വായിക്കുന്നത്. ഒന്നും കൂടി പറയും, കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ പകുതി നിർത്തിയിരിക്കുക. റസൂലുള്ളാഹി മനസ്സിലായില്ല. മൻ, ഒരാൾ, ഉഅ്തിയ, അവന് നൽകപ്പെട്ടു, അപ്പോൾ ഫശക്കറ, അവൻ നന്ദി കാണിച്ചു. വബുത്തുലിയ, അവനെ പരീക്ഷിക്കപ്പെട്ടു, ഫസബറ, അപ്പോൾ അവൻ ക്ഷമിച്ചു. വളുലിമ, അവൻ ആക്രമിക്കപ്പെട്ടു, ഫഗഫറ, അപ്പോൾ അവൻ ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുത്തു. വഅദ്നബ, അവൻ തെറ്റ് ചെയ്തു, വസ്തഗ്ഫറ, അവൻ പൊറുക്കലിനെ തേടി. അവൻ നല്ലത് മാത്രമാണോ ചെയ്ത്? അവൻ നല്ലത് മാത്രമാണോ ചെയ്തത്? അല്ല, അവൻ നല്ലത് ചെയ്ത് ഇവിടെ പറഞ്ഞില്ല. ഒന്ന് സ്കെച്ചു നോമ്പത്തിന് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അവന് നൽകപ്പെട്ടു, നന്ദി. അവൻ പരീക്ഷിക്കപ്പെട്ടു, ക്ഷമിച്ചു. അവനെ ആക്രമിക്കപ്പെട്ടു, അപ്പോൾ അവൻ പുറത്തു കൊടുത്തു. അവൻ തെറ്റ് ചെയ്തു, അപ്പോൾ അവൻ പൊറുക്കലിനെ തേടി. അപ്പൊ കാര്യം വരും. ഫസക്കത്ത, പിന്നെ നബി കുറച്ചു നേരം മിണ്ടാതിരുന്നു. അപ്പൊ ആദ്യം ഒന്നും കൂടി അതിന്റെ മുഖദ്ദിമാത്ത് പഠിക്കി. ആദ്യം നബി എന്താ പറഞ്ഞത്? മൻ ഉഅ്തിയ ഫശക്കറ വമൻ ഉബ്തലിയ ഫസബറ വളുലിമ ഫഗഫറ വഅദ്നബ വസ്തഗ്ഫറ. ഒരാൾ നൽകപ്പെട്ടു, നന്ദി ചെയ്തു. പരീക്ഷിക്കപ്പെട്ടു, ഉറക്കപ്പറ, എന്ത് വന്ന് വെറുതെ ഇരിക്കണേ. പരീക്ഷിക്കപ്പെട്ടു, ക്ഷമിച്ചു. ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുത്തു. വഅദ്നബ, പിന്നെ അവൻ എന്താ ചെയ്ത്? ഇപ്പൊ എന്താ ചെയ്തു? നിസ്കരിച്ച് നോമ്പറ്റ് വീട്ടിൽ വർത്താനപ്പെടില്ല. പിന്നെ എന്താ ചെയ്ത്? ഇതിലൊക്കെ പെടുവത് ശുക്രന്റെ ഉള്ളിലാണ് നിസ്കാരമൊക്കെ. പക്ഷെ അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താ? അവന് ലഭിക്കപ്പെട്ടു, അപ്പോൾ നന്ദി ചെയ്തു. അവൻ പരീക്ഷിക്കപ്പെട്ടു, ക്ഷമിച്ചു. അവൻ ആക്രമിക്കപ്പെട്ടു, മാപ്പ് കൊടുത്തു. അവൻ തെറ്റ് ചെയ്തു, ഫസ്തഗ്ഫറ, അപ്പോൾ അവൻ പൊറുക്കണമേ റബ്ബേ എന്ന് അപേക്ഷിച്ചു. സുമ്മ സക്കത്ത, പിന്നെ ഒരല്പനേരം നബി മിണ്ടാതിരുന്നു. ഫഖാലു, അപ്പോൾ അനുചരർ ഒന്നിച്ച് ചോദിച്ചു, ഫമാലഹു യാ റസൂലല്ലാഹ്, അയാൾക്ക് എന്താ കിട്ടുക? ഫമാലഹു, ഈ 4 വാക്കും പറഞ്ഞേ. ഫസക്കത്ത, നബി അല്പനേരം മിണ്ടാതിരുന്നു. ഫഖാലു, അപ്പോൾ അനുചരർ അടുത്തിരിക്കുന്നവർ ചോദിച്ചു, ഫമാലഹു യാ റസൂലല്ലാഹ്, അയാൾക്ക് എന്താ കിട്ടുക? അയാൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അയാൾ അവസ്ഥ എന്താ? ഫഖാല, അപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി അൻആമിന്റെ 82-ാമത്തെ ആയത്ത്. ഒന്ന് പോനെ, ഒന്ന് നോക്ക്. അൻആമിൽ 82-ാമത്തെ ആയത്ത്. അൻആമിൽ 82 കിട്ടിയോ? മാഷാ അല്ലാഹ്. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ.
الذين آمنوا ولم يلبسوا إيمانهم بالظلم أولئك لهم الأمن وهم مهتدون. ഉലൈക അവർക്കുണ്ട് ലഹും ഉലൈക അവർ ലഹും അവർക്കുണ്ട് അൽ അംനു നിർഭയത്വം ഫിദ്ദുനിയ വൽ ആഖിറ ദുനിയാവിലും അവർക്ക് നിർഭയത്വമുണ്ട് ആഖിറത്തിലുമുണ്ട്. വഹും മുഹ്തദൂൻ അവർക്ക് തന്നെയാണ് ഹിദായത്തുള്ളത്. ഓഹോ ഓ അപ്പം തെറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് ഹിദായത്ത്. അൽഹംദുലില്ലാഹ്. ഇപ്പം കള്ളുടിച്ചു, ഇപ്പം വ്യഭിചരിച്ചു. ഇതിനർത്ഥം നീ കള്ളുടിക്കാൻ പായണമെന്നല്ല. എന്നാലും ഇജ്ജ് പേടിക്കണ്ട. ഇജ്ജ് കള്ളുടിച്ചു, ഇജ്ജ് വ്യഭിചരിച്ചു, ഇജ്ജ് കട്ടു, ഇജ്ജ് എന്തു ചെയ്തു? അദ്നബ അവൻ തെറ്റ് ചെയ്തു, വസ്തഗ്ഫറ എന്നിട്ട് അവൻ 4 ഗുണമാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത്. 1, അള്ളാഹു നൽകുന്നതിനനുസരിച്ച് നന്ദി കാണിക്കണം. 2, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കണം. 3, മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കരുത്. അവർക്ക് മാപ്പ് കൊടുക്കണം. സാരമില്ല, അതവരുടെ വിവരക്കേട്. അതവരുടെ വിവരക്കേട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിവാഹപ്രായം ഏറ്റവും ചുരുങ്ങിയത് റസൂലുള്ളാഹിന്റെ മുറിയിലെത്തുമ്പോൾ ആയിഷ ബീബിക്ക് 18 വയസ്സെങ്കിലും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് അതിന് കേരളത്തിൽ ഏകദേശം മൂല്യന്മാരൊക്കെ എന്നെ ചവിട്ടിക്കൂട്ടി. തിരിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവർ ഭൂലോക വിഡ്ഢികളാണെന്ന് എനിക്കറിയും. അവർ പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെന്നും എനിക്കറിയും. പിന്നെ ഇത് എന്തിനൊരു കോലാഹലം ഉണ്ടാക്കുന്നു? അവർ പറഞ്ഞത് 100% നുണ, തെറ്റ്. ഒരാളെ ക്ലിപ്പിട്ടു ഞാൻ പ്രസംഗിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ ഒരാളെ ക്ലിപ്പിട്ട് ഞാൻ പ്രസംഗിച്ചില്ല. അയാൾ നല്ലത് പറഞ്ഞാൽ ചിലപ്പോൾ കേൾപ്പിക്കും, ചീത്ത കേൾപ്പിക്കില്ല. ഒരാളെ വിമർശിക്കാൻ വേണ്ടി ഞാൻ ക്ലിപ്പിട്ട് ഒരിക്കലും ചെയ്യില്ല. അതിൻ്റെ അത്ര അമാന്യത വേറെയില്ല. അവർക്ക് അപ്പോൾ നാടാകെ ജനങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു. ജനങ്ങൾ തെറ്റിദ്ധാരണയില്ല. സാരല്ലേ, അത് അവൻ്റെ ഭാഗ്യക്കേടാണ്. എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവില്ല. അപ്പം ഈ ക്ലാസ്സിന് വന്ന ചില ആളുകൾ ആയിഷ ബീവിയുടെ വിവാഹപ്രായം ഞാൻ പറഞ്ഞപ്പോൾ ഒരു ക്ലാസ്സിന് പിരിഞ്ഞുപോയി. അത് അവരുടെ ഭാഗ്യക്കേടാണ്. അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾക്ക് ഭാഗ്യക്കേടുണ്ടാവും. ഒരു 10-20 കൊല്ലം മുമ്പ് ഞാൻ 2ാമത്തെ കല്യാണം കഴിച്ചു. അപ്പോൾ കുറേ ആളുകൾ ക്ലാസ്സിൽ നിന്ന് പോയി. എന്തിനു പോയത്? ഞാൻ പുതിയ പെണ്ണിനുള്ള ചിലവുകൾ കൊടുക്കണം എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. ഇല്ല, ഞാൻ അല്ലാഹു നിഅമത്ത് ചെയ്ത വലിയ ഒരു മുതലാളിൻ്റെ മകനാണ്. വലിയ മുത്തേടത്ത വലിയ മുതലാളിൻ്റെ മകനാണ്. ഞാമത്ത് പള്ള നിറച്ച് ഞാമത്ത്. അപ്പം ഞാനതൊന്നും അവരോട് പറയില്ല. പിന്നെന്തേ? അതവരെ ഭാഗ്യക്കേടാണ്. അവ എന്നത് പറഞ്ഞതുപോലെ ളുലിമ, അവൻ ആക്രമിക്കപ്പെട്ടു, ഫഗഫറ, അപ്പോൾ അവൻ അല്പത്തരല്ല. അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്നവരിൽ നമ്മൾ ചേർത്ത് തരട്ടെ. ഒരു മനുഷ്യന് 4 ഗുണം വേണ്ടത്. 1, അവന് ലഭിക്കുന്നതിനനുസരിച്ച് അവൻ നന്ദിയാണ്. 2, അവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ അവൻ ക്ഷമിക്കണം. 3, അവൻ ആക്രമിക്കപ്പെടുമ്പോൾ അവൻ മാപ്പ് കൊടുക്കണം. 4, അവൻ തെറ്റിയും. കാരണം അവൻ നബിയല്ല, അവൻ ആരാണ്? മനുഷ്യൻ. അപ്പോൾ ഫസ്തഗ്ഫറ, അവൻ അല്ലാഹ് മാപ്പാക്കണേ എന്ന് പറയണം. ഉലൈക, അത്തരം ആളുകൾ ലഹും അവർക്കുണ്ട് അൽ അംനു നിർഭയത്വം. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പുണ്യ റസൂൽ പറഞ്ഞു അതിൻ്റെ അർത്ഥം മഹാന്മാർ പറഞ്ഞു, അതിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു അൽ അംനു ഫിദ്ദാറൈൻ, അവർക്ക് ദുനിയാവിലും നിർഭയത്വം, ആഖിറത്ത് നിർഭയത്വം. അപ്പോൾ ഫാത്തിഹത്തിൽ അള്ളാഹിനോട് പറയുന്നത് ഇഹ്ദിന, നീ എനിക്ക് ഹിദായത്ത് തരണേന്നല്ലേ. മുത്തുനബി ഈ ആയത്തോടി പറഞ്ഞു ഇവർക്കാണ് എന്തുള്ളത്? ഹിദായത്തുള്ളത്. തെറ്റ് ചെയ്തോണ്ട് പുറത്തൂല. തെറ്റ് ചെയ്യാൻ വേണ്ടി പറയല്ല. തെറ്റ് മനുഷ്യൻ സ്വാഭാവികമായും ചെയ്തു പോകും. ഈ റമളാനിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ റമളാനിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് കൈപ്പൊക്കാം. ഞാൻ ഈ റമളാനിൽ ഒരു തെറ്റും ചെയ്തു. റമളാൻ മാത്രം എത്ര നോമ്പായി? 23ാമത്തെ നോമ്പ് അല്ലേ? ഇനി 23ാം നോമ്പല്ലേ? ഈ 23ാമത്തെ നോമ്പിനിടയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് കൈപ്പൊക്കാം. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അവന് വേണ്ടി ഒരു യാസീൻ ഓതാൻ വേണ്ടിയിട്ടാണ്. അല്ല, വാർത്തങ്ങനത്തെ ആളുണ്ടെങ്കിൽ ഈ റമളാൻ വന്നിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക് കൈപ്പൊക്കാം. നിങ്ങൾ ഉസ്താദ് തെറ്റിട്ടുണ്ടാവും. തെറ്റ് പറ്റും, ഉണ്ട്. അബദ്ധം പറ്റും, പറ്റിയിട്ടുണ്ട്. ഈ റമളാനിൽ പറ്റും. കാരണം നമ്മൾ ആരാണ്?
നസിയ ആദമു, ആദം മറന്ന വ്യക്തിയാണ്. വനസ്യത്തു ദുര്യത്തു, അപ്പോൾ ആരും മറക്കും, മക്കളും മറക്കും. മനസ്സിലായില്ല? ആരും നമ്മൾ മറക്കാത്ത പാപ്പാന്റെ മക്കളല്ല. ആരാ പറ? നസിയ ആദം. പറ, നമ്മളാരാ? മറക്കാത്ത പാപ്പാന്റെ മക്കളല്ല, മറന്ന പാപ്പാന്റെ മക്കളാ. വനസ്യത്തു ദുര്യത്തു, അപ്പോൾ ആരും മറക്കും. തെറ്റ് ചെയ്യൂലെന്ന് വിചാരിച്ചിട്ടുള്ള മൂല്യർക്കാക്കാൻ്റെ ഒപ്പം അജ്ജന് പോയി എന്ന് വെക്ക്. പിന്നെ മൂല്യർക്കാക്കാനെ പിന്തുടരുന്നിടയിൽ മനസ്സിലാവും മൂപ്പരാ ചെയ്തത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആ ജാതി ആളെ കൂടെ അജ്ജന് പോകാതിരിക്കലാണ് നല്ലത്. മൂല്യരെ നിങ്ങൾ കൊല്ലം പോയിക്കോളൂ, ഞാൻ അടുത്ത കൊല്ലം പോകാം. എന്തുകൊണ്ട്? വന്നാലും നിങ്ങളെ ജമാഅത്തിൽ തുടരണമെങ്കിൽ എനിക്ക് നിങ്ങൾ നല്ല ആളാണെന്ന്. മനുഷ്യനാവുമ്പോൾ എന്ത് ചെയ്യും? പറ. മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? തെറ്റ് ചെയ്യടൂ, തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യാത്തൊരു അടുത്ത ക്ലാസ്സിൽ വരണ്ട. ജിപ്പോ കേമം കയറിയല്ലോ. തെറ്റ് ചെയ്യുന്നവരുണ്ടോ വന്നാൽ മതി. മനുഷ്യന് പറ, ഇത് തെറ്റ് ചെയ്യുന്നവർക്കുള്ള ക്ലാസ് ആണ്. ഇടൂ, ഇതാ എന്തല്ല, ഇത് തെറ്റ് ചെയ്യാത്തവർക്കുള്ള ക്ലാസ് അല്ല. എന്താണ് പറയടൂ? സൗകര്യമാണെങ്കിൽ വന്നാൽ മതി. ആ പറഞ്ഞില്ലേ, ഷബീബിന്റെ അഭിപ്രായം പറഞ്ഞപ്പോ കുറെ ആള് പോയില്ലേ? എന്നിട്ട് എന്തായി? എന്നിട്ട് ഇപ്പൊ എന്തേ? എന്താണെങ്കിലും മൂക്കിൽ വിരലിട്ട പോലെ എത്ര ആള് വന്നാലും സദസ്സ് അറിയുന്നുണ്ട്. അത്രയല്ലേ ആവശ്യമുള്ളൂ. ഇനി ഒരാളില്ലാത്ത കാലത്ത് ഇവിടെ ഈ ക്ലാസ് നടന്നിട്ടുണ്ട്. ഈ ക്ലാസ് 2019 തുടങ്ങിയതാണ്. അപ്പോ കൊറോണ കാലത്ത് ഞാൻ ഒറ്റ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആള് ഈ ക്ലാസ്സിന് ആവശ്യമില്ല. മനസ്സിലായി? എന്നാലും അള്ളാഹു വിചാരിച്ച ജനങ്ങളിലെത്തും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റ് ചെയ്യാന്നുള്ളതല്ല, തെറ്റ് ചെയ്യാൻ വേണ്ടി പറയുമല്ല. അള്ളാഹു തെറ്റിൽ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പക്ഷെ നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ എന്തായി പോവും? തെറ്റ് ചെയ്തു. മനുഷ്യരല്ലേ? അവൻ തെറ്റ് ചെയ്തു. അപ്പോൾ അവൻ പൊറുക്കുന്നു. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം എത്ര തെറ്റ് ചെയ്തു? എന്നിട്ട് അള്ളാഹിനോട് ഓരോ തെറ്റ് ചെയ്യുമ്പോഴും പറയും, പടച്ചോനെ മാപ്പാക്കണേ. എന്നിട്ട് പൊറുക്കെല്ലാം തേടി. അപ്പൊ അത് പുറത്തു കൊടുത്തു. പിന്നെ 10 മണിക്ക് രാവിലെ കള്ളുടിച്ചു. പിന്നെ പൊറുക്കെല്ലാം തേടി പുറത്തു കൊടുത്തു. 9 മണിക്ക് കള്ളുടിച്ചു. ഞാൻ പറഞ്ഞില്ല, റമളാനായിട്ട് കള്ളോടുകൂടി വന്ന ആൾ ഇവിടെ വന്നിട്ടുണ്ട്. പള്ള ഫുള്ള് നേരം വെളുക്കുമ്പോൾ 9 മണിക്ക് അവർ വന്ന് ആ വ്യക്തി വരുമ്പോൾ ഫുൾ ലോഡാ. ആ വ്യക്തിക്ക് ഒരു ചാൻസ് ഉണ്ടല്ലോ. എന്ത് റബ്ബേ നീ എനിക്ക് പുറത്ത് തരണേന്ന് പറഞ്ഞാൽ എന്റെ റബ്ബ് തെറ്റിൽ നിന്ന് പൊറുക്കലെ തരുന്നവൻ എന്തുപോലെയാണ്? തെറ്റിൽ പൊറുക്കലെ തരുന്നവൻ ആരെ പോലെയാണ്? തെറ്റില്ല ചെയ്യാത്തവനെ പോലെയാണ് എന്ന് പുണ്യ റസൂൽ. പിന്നെന്താ പഠിക്കണ്? എന്തിനു പഠിക്കണ്? ആ കള്ളു വയറ്റിലിരിക്കവേ അള്ളാഹു കൊടുത്തു കൊടുക്കും. മനസ്സിലായില്ലേ? പിന്നെ വീണ്ടും അന്ന് കള്ളുടിച്ചു, പൊറുക്കലെ തേടി, എന്നാലും പുറത്തു കൊടുക്കും. ഒരു ദിവസം 70 വട്ടത്തിൽ അറിയുന്ന കള്ളുടിക്കാൻ കഴിയൂലല്ലോ. കഴിയോ? പറയും മനുഷ്യന്മാരെ, ഒരു ദിവസം 70 കുപ്പിയിലേറെ കള്ളക്കൊര കുടിക്കാൻ കഴിയോ? പറയും മനുഷ്യ, കഴിയോ? എന്നാലും അള്ള പുറത്തു കൊടുക്കും. അള്ള നിങ്ങളല്ല, അള്ള ഞാനല്ല, അള്ള കരുണാവാരിധി അറപ്പാണ്. നമ്മളത് എഴുതി വെക്കും. കാരണം ഏതെങ്കിലും കാലത്തും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അന്നത് പുറത്തിടും. റമളാനിൽ വരെ കള്ളുടിച്ചാണ് ഞാൻ സാക്ഷിയാണെന്നത്. അള്ളാഹ് അന്ന് തന്നെ പുറത്തിട്ടുണ്ടോ? മനസ്സിലായില്ല? നമ്മളത് എഴുതി വെക്കും. കാരണം ഏതെങ്കിലും പള്ളി കമ്മിറ്റിയിൽ വരികയാണെങ്കിൽ അവനെ പുറത്തിടാൻ എന്ത് വെപ്പ? ഇവനൊന്നും പള്ളി കമ്മിറ്റി പറ്റൂല. റമളാൻ മാസത്തിൽ കള്ളുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവനെ പുറത്താക്കി. അന്ന് തന്നെ ആര് പുറത്തിട്ടുണ്ടാവും? അള്ളങ്ങളല്ല, അള്ളാഹുനല്ല, അള്ളാഹുവാണ്. ഇതൊക്കെ ഇന്ന് പറയാനുള്ള കാരണം എന്തെന്നാൽ, നിങ്ങൾ പേടിക്കണ്ട, എന്ത് മോശക്കാരനാണെങ്കിലും ആര് പൊറുക്കും? അള്ളാഹു പൊറുക്കും. ഇപ്പൊ നമ്മൾ അള്ളാഹിനോട് അവസാനം പറയുന്നത് നമ്മളെ മികവല്ല, അള്ളാഹിന്റെ മികവാണ്. ഞാൻ നല്ലോനാന്നല്ല, നീ നല്ലോനാന്നാ. അപ്പൊ പിന്നെ ഞാൻ മോശമായ പ്രശ്നമല്ലോ. പിന്നെ നമ്മൾ അള്ളാഹിനോട് പറയുന്നത്. ഇപ്പൊ ഈ അവസാനത്തെ 10 എന്താ പറയാ? اللهم إنك عفو كريم تحب العفو فاعف عني اللهم إنك عفو كريم تحب العفو فاعف عني. അതായത് നമ്മളെ മനസ്സ്, ഉദാഹരണം പറയാം, ആരെ മനസ്സാണ്? കീഴ്ക്കോടതി തൂക്കാൻ വിളിച്ചു, ഹൈക്കോടതിയും തൂക്കാൻ വിളിച്ചു, സുപ്രീം കോടതിയും തൂക്കാൻ വിളിച്ചു. തൂക്കിക്കൊല്ലാൻ ഡേറ്റ് ഇട്ടാൽ മതി, വിധിച്ചു. സുപ്രീം കോടതി തൂക്കാൻ വിളിച്ചു. ഇനി അയാൾക്ക് ഒരൊറ്റ വകുപ്പേ ഉള്ളൂ. എന്താ പറ? എന്താ? ദയാഹർജി കൊടുക്കുക. ആർക്ക്?
ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അവിടെ എന്താ പറയാ? പ്രഭു, ഞാൻ ബഹുമാനപ്പെട്ടവരെ, എൻ്റെ എൻ്റെ രാഷ്ട്രപതിയോട്, എൻ്റെ സമൂഹത്തിൻ്റെ പ്രഥമ പുരുഷനോട് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അങ്ങിരിക്കുന്ന സ്ഥാനം ഉന്നതമാണ്, ഞാൻ വളരെ മോശപ്പെട്ട വ്യക്തിയാണ്, പക്ഷെ ആ സ്ഥാനത്തെ ഉപയോഗപ്പെടുത്തി അങ്ങ് എന്നോട് മാപ്പാക്കണം. ഇതെന്നെപ്പി പറയണത്. ഞാൻ നല്ലോനാന്ന് പറഞ്ഞില്ല. ഇത് നല്ലോകനാകല ആവശ്യമില്ല, ആര് നന്നായാൽ മതി. പറ മനുഷ്യ, ഇത് നന്നാവേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ആരും നല്ലവനാണെന്ന് അംഗീകരിച്ചാൽ മതി. നീ നന്നാവേണ്ട ആവശ്യമില്ല. ഇത് നാളെ മോശമല്ലേ, ഇത് മറ്റന്നാൾ മോശമല്ലേ? നമ്മൾ റമദാൻ മാസത്തിൽ രാത്രി തറാവീഹ് കഴിഞ്ഞിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, എന്താ പറയുക, ദമ്മ് സോഡക്ക് വേണ്ടി ചാടുന്നത് ഞാനിവിടെ വിമർശിച്ചു. അതെന്തിനാണ്? അവരിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയാണ്. ഈ പറയുന്ന അവൻ നമ്മളെക്കാൾ അള്ളാഹ് എടുക്കൽ മഹാനായിരിക്കും. അവൻ അള്ളാഹിനോട് രാത്രി കഴിയുന്നുണ്ടാവും, അവൻ പകല് പൊട്ടി കഴിയുന്നുണ്ടാവും. ഞാനാണ് വലിയവനെ വിചാരിക്കണ്ട, നീ യോഗ്യനാണെന്ന് വിചാരിക്കണ്ട. കുട്ടിയും നല്ലവനായിരിക്കും. അവനാകെയുള്ള പ്രശ്നം അത് മാത്രമാണ്. മനസ്സിലായില്ലേ? അവനെ നാട്ടിലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നില്ല. എന്നെ കൊണ്ടാണ് പള്ളിയിലെ ഉസ്താദ് ഇക്കൊല്ലം മയൽ പിരിച്ചുകൊണ്ട് ഇതൊരു വിത്തനം ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഓനക്കാലം വരെ ആർക്കും വിത്തനം ഉണ്ടാക്കിയിട്ടില്ല. ഓനെ കൊണ്ടൊരു മോലിയിൽ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല. മനസ്സിലാണ് പറഞ്ഞത്. ബനാകളുടെ പ്രശ്നം എന്താ? ദമ്മ് സോഡ കുടിച്ചു, അത് അറാമാണോ? പറ, ദമ്മ് സോഡ കുടിക്കൽ അറാമാണോ? ഒന്ന് പറയങ്ങായി. ദമ്മ് സോഡ നോമ്പ് കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് ദമ്മ് സോഡ കുടിക്കൽ അറാമാണോ? അല്ല, കറാത്താണോ? അതുമല്ല. പിന്നെന്തേ? പിന്നെ ഈ ബാറ്ററി വെള്ളം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഈ പുളിച്ചതും ഉപ്പിലിട്ടതും അത് ഉപ്പല്ല, ബാറ്ററി വെള്ളമാണ്. അവന്റെ കിഡ്നി പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. അത് ഹറാമും അല്ല, കറാത്തും അല്ല. അതേ സമയത്ത് ഇജ്ജി എടുക്കണതോ, എന്നെ കൊണ്ടാണ് പള്ളിയിലെ മുക്രി തോറ്റ് കരയണത്. ഒരു മിനിറ്റ് നേരം വൈകിയാൽ വിത്തനം ഉണ്ടാക്കും. ഈ ബലാലൊന്നും ജുമക്ക് വരാതെ നിർത്തട്ടെ പഠിച്ചോനെയാണ്. എല്ലാ വെള്ളിയാഴ്ച രാവിലും മൊല്ലാക്കട് വയർക്കുന്നുണ്ട്. ഈ അമുക്കൊണ്ട് വിരൽ നിൽക്കട്ടെ പഠിച്ചോനെയാണ്. ഒരു മിനിറ്റ് നേരം വൈകിയാൽ പ്രശ്നം ഉണ്ടാക്കും. എന്താ ഇപ്പൊ ചെയ്തത്? ഫിത്ന. എന്താ ഫിത്നയെ കുറിച്ചുള്ള ഖുർആൻ പറഞ്ഞത്? അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ലി. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ഭയാനകം ഫിത്നയാണ്. മനസ്സിലായില്ല? അപ്പൊ നാട്ടിലെ, മനസ്സിലായില്ലേ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ നാട്ടിലെ വല്യോനായി നടക്കുന്ന നീ ചെയ്യുന്ന തെറ്റ് പോലെ ആരും എത്തിയണില്ല. ആ പാവം കുട്ടി എത്തിയണില്ല. ആ കുട്ടി അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ നോക്കുക, നീ തെറ്റ് ചെയ്താലും നിന്റെ മനസ്സ് നിർമ്മലാക്കുക. നീ പൊറുക്കലിനെ തേടുക. അവൻ തെറ്റ് ചെയ്യുക, പൊറുക്കലിന്. പിന്നെ മിണ്ടാതിരുന്നു. അവൻ എന്താ ലാഭം? അവന് നേട്ടം എന്താ? അവന്റെ അവസ്ഥ എന്താ? അപ്പോൾ പറഞ്ഞു, അവർക്കാണ് നിർഭയത്വം, അവരാണ് എന്തുള്ളവർ. അവർക്കാണ് എന്തുള്ളത്? ഹിദായത്ത്. അപ്പൊ ഹിദായത്ത് കിട്ടണമെങ്കിൽ 4 ഗുണം പറ. ലഭിക്കുന്നതിനനുസരിച്ച് നന്ദി കാണിക്കുക. 2, പരീക്ഷിക്കപ്പെടുമ്പോൾ ക്ഷമിക്കുക, ആക്രമിക്കപ്പെടുമ്പോൾ മാപ്പാക്കുക, തെറ്റിയുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു തആല നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്കുക.